എൻ്റെ പേര് ജിനേഷ് എന്നാണ്. കൊല്ലത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ മോളും ആണുള്ളത്. ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് പുറത്തേക്ക് ഹോസ്റ്റൽ സൗകര്യം നോക്കണ്ടല്ലോ. അവളും ഞങ്ങളുടെ കൂടെയാണ് താമസം. എൻ്റെ ജീവിതത്തിൽ പലതിനും തുടക്കം കുറിച്ചതും പല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നതും അവളാണ്. അവളുടെ പേര് അനീഷ എന്നാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ സത്യം മാന്യ വെറും ഒരു മണ്ണുണ്ണിയായിരുന്നു. സ്കൂളിൽ വിട്ടാൽ വീട്, വീട് വിട്ടാൽ സ്കൂൾ, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിൽ മറ്റുള്ളൊരു കാര്യത്തിനെക്കുറിച്ചും അറിവൊന്നും അന്നെനിക്ക് ഒട്ടുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാർ പലതിനെക്കുറിച്ചും സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് അന്ന് മനസ്സിലായിരുന്നില്ല. അങ്ങനെ കളർ ഡ്രസ് ഇടുന്ന ഒരു ദിവസമാണ് ക്ലാസ്സിലുള്ള മീനു കഴുത്തിറങ്ങി ചുരിദാറിട്ട് വന്നത്. കൂട്ടുകാരന്മാർ അവരുടെ മാറൊക്കെ നല്ല രീതിയിൽ കാണാം, കുഴി കാണാമെന്നൊക്കെ ഓരോന്നും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊക്കെ നോക്കാൻ നാണമായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു, ഇതൊക്കെ നോക്കടാ, നാണിക്കുന്ന എന്തിനാണ്? അവൻ്റെ നിർബന്ധത്തിൽ വഴങ്ങിയ അവസാനം ഞാൻ നോക്കി. അവളുടെ മാറിൻ്റെ ചെറിയൊരു കുഴി ഞാൻ കണ്ടു. നല്ല വെളുത്ത എന്തോ പോലെ ഇവിടെ ഇരിക്കുന്നു. അന്നാദ്യമായാണ് അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വരുന്നത്. പിന്നീട് അങ്ങനെയുള്ള സീനുകൾ എപ്പോഴൊക്കെ വന്നാലും ഞാനെല്ലാം മൊളി കണ്ടിട്ട് പോകാറുണ്ട്. അതിൽ പിന്നെ ഈ കാര്യത്തിൽ നല്ല ഇൻട്രസ്റ്റായി. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും അറിയില്ല. കല്യാണം കഴിഞ്ഞാലാണ് കുട്ടിയുണ്ടാവുന്നത് എന്നൊക്കെയായിരുന്നു എൻ്റെ അറിവുകൾ. ക്ലാസ്സിലുള്ള മീനു ഇട്ടതുപോലെയുള്ള ഡ്രസ്സ് ഒരു ദിവസം എൻ്റെ അനിയത്തെയും ഇട്ട് നിൽക്കുന്നു. ഞാൻ അവളോട് പറഞ്ഞു, ഇങ്ങനത്തെ വേഷമൊന്നും നീ ഇടണ്ട, ആമ്പിള്ളേര് നിൻ്റെ വേണ്ടാത്തതൊക്കെ നോക്കുമെന്ന്. അവരെന്തിനാ അവിടെയൊക്കെ നോക്കുന്നത്? ഏട്ടനങ്ങനെ നോക്കാറുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാനങ്ങനെയൊന്നുമില്ല, പക്ഷെ കൂട്ടുകാരൊക്കെ നോക്കും. നീ ഡ്രസ്സ് ശരിക്കും ഇട്ടേന്ന് പറഞ്ഞു. ഞാൻ അവളുടെ കഴുത്തിന് താഴെ ടോപ്പിൽ പിടിച്ച് പതിയെ പൊക്കി. പക്ഷെ ഞാൻ അറിയാതെ പിടിച്ചത് അവളുടെ മാറിലായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു അവളുടെ മാറുകൾ. അന്ന് ആദ്യമായിട്ടാണ് ഒരു പെണ്ണിൻ്റെ മാറിൽ ഞാൻ തൊടുന്നത്. അയ്യോ, ഞാൻ അറിയാതെ ഡ്രസ്സ് ഒന്ന് ശരിയാക്കിയിട്ടതാ എന്ന് അവളോട് പറഞ്ഞു. സാരമില്ല എന്നവൾ. പക്ഷേ അതിൽ പിന്നെ എനിക്ക് അവളോട് അതുവരെ തോന്നാത്ത പലതും ഉള്ളിൽ തോന്നി തുടങ്ങി. ഞാൻ അവളെ കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങി. നല്ല വെളുത്ത പെണ്ണാണ്, നല്ല സുന്ദരിയാണ്. ആവശ്യത്തിനും പൊക്കവും വണ്ണവും കണ്ടാൽ ആരും നോക്കുന്നൊരു സുന്ദരി കുട്ടി തന്നെ. ഇത്രയും സുന്ദരി എൻ്റെ വീട്ടിലുണ്ടായിട്ട് ഞാനെന്തുകൊണ്ട് ഇത്രയും നാൾ ഇവളുടെ സീൻ വെറുതെ വിട്ടോ എന്നായി എൻ്റെ മനസ്സ് മുഴുവനും. കഥ ബാക്കി പറയാൻ കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഇതുപോലുള്ള കൂടുതൽ കഥകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളേ. അങ്ങനെ അതിൽ പിന്നെ അവളുടെ ഓരോ സീനും വിടാതെ ഞാൻ പിടിക്കാറുണ്ട്. വീട്ടിലിടയ്ക്ക് മുറ്റമടിക്കുന്നത് അവളാണ്. അന്നൊക്കെ ഞാൻ ആ കാഴ്ച കാണാൻ അവളുടെ ഒപ്പം കൂടാറുണ്ട്. അതുവരെ ഞങ്ങൾ അത്ര വലിയ കമ്പനിയൊന്നും അല്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നല്ല കമ്പനിയെ. അങ്ങനെ ഒരു ദിവസം ഞാനും അവളും മാത്രം വീട്ടിലുള്ളപ്പോൾ ചുമ്മാ ന്യൂസ് ചാനൽ വെച്ചു. അതിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന വാർത്തയും കണ്ടു. ഞാൻ അവളോട് പറഞ്ഞു, കല്യാണം കഴിക്കാതെ എങ്ങനെ കുട്ടിയുണ്ടാവുന്ന? അവിടെ ഇപ്പോൾ കല്യാണം കഴിച്ചത് കൊണ്ടായിരിക്കും അല്ലേ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. കേട്ട വഴി അവൾ നിലത്ത് കിടന്ന് ചിരി തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം അതൊന്നും മനസ്സിലായില്ല. പിന്നീട് പറഞ്ഞു, ചേട്ടൻ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല അല്ലേ എന്ന്. അറിവില്ലാത്തത് കൊണ്ട് ഇല്ല എന്ന് ഞാൻ സമ്മതിച്ചു. അവൾ എനിക്ക് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു തന്നു. എന്തൊക്കെ ചെയ്താലാണ് എല്ലാം സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങി എല്ലാം ഡീറ്റെയിൽ ആയി തന്നെ. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം എന്ന് ഞാൻ ചോദിച്ചു. കൂട്ടുകാരികളെല്ലാം ഡീറ്റെയിൽ ആയി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു ഫോണൊക്കെ ക്ലാസ്സിൽ കൊണ്ടുവരാറുണ്ട്. ഇൻ്റർവ്യൂ ടൈമിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ട്. ചേട്ടൻ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉള്ളതല്ലേ? സാധാരണ ആമ്പിള്ളേരാണ് പെമ്പിള്ളേരെക്കാൾ ഇതിൽ പുലികൾ ആയിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ ഞാൻ വെറും ഒരു പൂച്ചയാണെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അവളുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു, ചേട്ടന് ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ എടുത്തു തരാം, ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പുറത്ത് പറയുന്നത് നാണക്കേടാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് തന്നു. കണ്ടു നോക്കെന്ന് പറഞ്ഞ് അവൾ അപ്പുറത്തേക്ക് പോയി. ഞാൻ ആദ്യമായാണ് അങ്ങനെ ഓരോന്നും കാണുന്നത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എന്തൊക്കെയോ തോന്നി. എൻ്റെ വീർപ്പുമുട്ടൽ അവൾ ശരിക്കും മനസ്സിലാക്കി. വീണ്ടും എന്നോട് ചോദിച്ചു, വീഡിയോ കണ്ടിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഏട്ടൻ അറിയത്തില്ലേ എന്ന്. അത് പിന്നെ ഏട്ടൻ ഇത്രയ്ക്കും പാവമായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ എല്ലാം പറഞ്ഞുതരാം, വേണമെങ്കിൽ ആദ്യത്തെ തവണ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. അവൾ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്നിട്ട് സ്വന്തമായി എങ്ങനെയാണ് എന്നൊരു വീഡിയോ എടുത്ത് എന്നെ കാണിച്ചു തന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഏറ്റവും ആദ്യത്തെ തവണ ഞാൻ സഹായിക്കാം, പക്ഷേ ഇത് അമ്മയും അച്ഛനും ഒന്നും അറിയരുത്. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പുറത്തുപോയ അച്ഛനും അമ്മയും
ദേ കയറി വന്നു. ഞങ്ങളുടെ പ്ലാനുകളെല്ലാം പൊഴിഞ്ഞു. അവൾ പറഞ്ഞു, സാരമില്ല, രാത്രി ഇവരെല്ലാം ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ ചേട്ടൻ്റെ റൂമിലേക്ക് വരാം. എനിക്കും അവൾക്കും സെപ്പറേറ്റ് റൂമുകളാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായി ഇങ്ങോട്ട് വരാം. ആരും ഒന്നും അറിയില്ല. അങ്ങനെ രാത്രി ഏകദേശം 11 മണി കഴിഞ്ഞപ്പോൾ അവളുടെ മുറിയുടെ വാതിൽ തുറക്കുന്ന വച്ച് ഞാൻ കേട്ടു. രാത്രിയിൽ അവൾ ഒരു ചെറിയ ബനിയൻ്റെ ഒരു പാൻറ്റും ബനിയൻ്റെ ഒരു കുഞ്ഞു ടീഷർട്ടുമായിരുന്നു ഇട്ടിരുന്നത്. കഥ തുടരും.